ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണമില്ല. അച്ഛൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ഇല്ല എന്ന് അറിയുന്നു. അച്ഛൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അപൂർവമായ സാഹചര്യമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വൃന്ദ, അല്പസമയം മുമ്പ് ഇപ്പോഴാണ് കോടതി ഈ കേസ് വിധി പറഞ്ഞിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട CBIയുടെ അന്വേഷണത്തിന് നിലവിൽ അതിനൊരു സാഹചര്യമില്ല. അപൂർവമായിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ നടന്നിട്ടില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ട, അതായത് വന്ദനദാസ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് തന്നെ ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നു. അച്ഛൻ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പോലീസിന്റെ അന്വേഷണം അതിൽ അന്വേഷണം നടന്ന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ അത് തൃപ്തികരമായിട്ടുള്ള നടപടിയാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ കേസിൽ അപൂർവമായിട്ടുള്ളൊരു സ്വഭാവമില്ല എന്നുള്ള നിരീക്ഷണം കൂടി കോടതി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. പൊതുസമൂഹം തൃപ്തികരമാണെന്നുള്ള വാദമാണ് സർക്കാർ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ ആവശ്യം ഉണ്ടായപ്പോൾ മുതൽ തന്നെ സർക്കാർ നിലപാട് തന്നെയായിരുന്നു. ആ ഒരു നിലപാട് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. കേസിന് അപൂർവ സ്വഭാവമില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ അന്നത്തെ ദിവസം, അതായത് സംഭവം ഉണ്ടാകുന്ന ദിവസം പോലീസിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന തരത്തിലേക്കുള്ള ചില ആക്ഷേപങ്ങളൊക്കെ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായി കുടുംബം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇതിന്റെ വിശദമായിട്ടുള്ള വാദങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നു. ഇപ്പോൾ ഹൈക്കോടതി അതിന് തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ CBIയുടെ അന്വേഷണം വേണ്ട, അതിനാവശ്യമില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നു. കേസിന് അപൂർവം ആയിട്ടുള്ള സ്വഭാവം ഇല്ല എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റുകയായിട്ട് കണ്ടെത്താനായിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നിരുന്നു. ഇതിലും കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. സന്ദീപിന് ജാമ്യം നൽകേണ്ടതില്ല, ജാമ്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഈ കേസിലെ പ്രതിയായിട്ടുള്ള സന്ദീപിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കോടതി എടുത്തിരിക്കുന്നു. വന്ദനദാസ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഒന്ന്, കോടതി ഈ കേസ് CBI അന്വേഷിക്കേണ്ടതില്ല, അതിന് CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തള്ളിയിരിക്കുന്നു. ഒപ്പം തന്നെ സന്ദീപിന്റെ പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഈ രണ്ട് തീരുമാനങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഹൈക്കോടതി വന്നിരിക്കുന്നത്.